നമസ്കാരം. പതിരും കതിരും. ഇത്രയൊക്കെ സ്വന്തം പാർട്ടി അളമുട്ടി അണ്ടം കീറി നിൽക്കുമ്പോഴും ആത്മനിഷ്ഠ ഘടകത്തിൽ നിന്നും ഗോവിന്ദൻ പിടിവിടുന്ന മട്ടല്ല. ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും ഗോവിന്ദൻ ഊന്നി പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തെപ്പറ്റിയാണ്. തൊട്ടരികിൽ നിന്ന കോട്ടയത്തെ സ്ഥാനാർത്ഥി കെ അനിൽകുമാർ അത് കേട്ട് പിഴിഞ്ഞുണക്കിയ പോലെ ഒരു ചിരി ചിരിക്കുന്നത് കണ്ടു. ജഗതിക്ക് പകരം മറിമായം ഉണ്ണിയായി വന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുപോലെ ഫലിത രസായനം പകർന്നു നൽകിയ ഒരു കോമ്രേഡിനെ വേറെ എവിടെ കിട്ടും ഗോവിന്ദൻ മാഷിനെ പോലെ? നമ്മുടെ കുടംപുള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിട്ടിരുന്നപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ പേര് മാറ്റി ഗോപാല കഷായം എന്നാക്കി മാറ്റാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. പ്രത്യയശാസ്ത്രത്തിന് വിവരക്കേടിൻ്റെ പാൽപ്പായസം കൊണ്ട് ധാര കോരുന്ന ഈ സെക്രട്ടറിയെ ഞങ്ങൾ ഗോവിന്ദ കഷായം എന്നൊന്ന് വിളിച്ചു കൊള്ളട്ടെ. ഉപായം കൊണ്ട് കഷായം വെക്കാൻ കഴിവുള്ള ഇതുപോലൊരു പാർട്ടി സെക്രട്ടറിയെ കേരളം ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഗോവിന്ദൻ ഇപ്പോൾ അതിയായ ആനന്ദത്തിലാണ്. അതിനൊരു പ്രധാന കാരണമുണ്ട്. താടി വെച്ചതും മീശയില്ലാത്തതും കഴുത്തുള്ളിക്കതും ഒന്നും ജയിച്ചു വരാൻ ഒരു സാധ്യതയുമില്ല. അതാണ് ഇപ്പോൾ അറിയുന്നത്. പകരം ജയസാധ്യതയുള്ള ഒറ്റയാൾ തളിപ്പറമ്പിലെ PK ശ്യാമളയാണ്. ഗോവിന്ദനേക്കാൾ ഭരണ നൈപുണ്യവും പ്രവർത്തന പാരമ്പര്യവും ഒറ്റ വെല്ലുവിളിക്ക് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കഴകത്വമുള്ള ശ്യാമള പ്രതിപക്ഷ നേതാവാകാൻ സർവ്വതാ യോഗ്യയാകുന്നു. അപ്പോൾ പിന്നെ പിണറായിക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും ഭാഗ്യവാനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഗോവിന്ദനാകും. ഭർത്താവ് സെക്രട്ടറി, ഭാര്യ പ്രതിപക്ഷ നേതാവ്. എന്തൊരു മധുര മനോഹര സോഷ്യലിസം! ഗോവിന്ദൻ്റെ ആത്മനിഷ്ഠ ഘടകവും PK ശ്യാമളയുടെ ആത്മാവിൻ്റെ ശാപം നേടിയ ഘടകവും ഒന്നു ചേരുമ്പോഴുള്ള ഒരു കോംബോയുണ്ട്. അത് വിശേഷപ്പെട്ടതായിരിക്കും. PK ശ്യാമളയുടെ ഭാഗ്യം പോലും വിപ്ലവത്തിൻ്റെ ലോകമാതാ ജനനിയായ KK ശൈലജയ്ക്ക് ഇല്ലാതെ പോകുന്നു. പിണറായി വന്ന് കൈപിടിച്ചു പൊക്കിയതോടെ ശൈലജയുടെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. പേരാവൂരിൽ ജയിച്ചാലും വടകര MP സ്ഥാനം ചിലപ്പോൾ രാജിവെക്കില്ലെന്ന് പറയാൻ സാധ്യതയുണ്ട്. പിണറായി വിജയൻ മെയ് ദിനത്തിൽ സ്വന്തം മെയ്യും അതിനകത്തെ ഇരട്ടക്കൂമ്പുമായി കണ്ണൂർക്ക് പോയത് വല്ലതും ശൈലജ അറിഞ്ഞായിരുന്നു. പതിവിന് വിപരീതമായി എന്തൊരു സ്പീഡായിരുന്നു പിണറായി വിജയൻ്റെ ആ നടന്നു പോക്കിന്. കണ്ടാൽ എത്ര സിമ്പിളായ ഒരു മനുഷ്യൻ. 56 വാഹനങ്ങളുടെ അകമ്പടിയുമായി നടന്ന പുള്ളി വെറും 2 കാറുകളുടെ അകമ്പടിയിലാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. കേരയിൽ വരുമെന്ന് കരുതി കുറച്ചു നേരം തെക്കോട്ട് നോക്കി നിന്നു. പക്ഷേ വന്ദേ ഭാരതിലാണ് പോയത്. മകളാണ് അനുഗമിച്ചത്. ശൈലജ പറഞ്ഞ ആ കഥയില്ലേ, അനാഥരായ അമ്മമാരുടെ കഥ. അവരോടിനി എങ്ങനെ പറയും നിങ്ങൾക്ക് പിറക്കാതെ പോയ മകൻ ഇനി മുഖ്യമന്ത്രിയാകില്ലെന്ന്? ഉണ്ണി നീ എവിടെയാ എന്ന് പറഞ്ഞ് അവർ കണ്ണീര് വാർക്കും. ഗോവിന്ദനിൽ മൊത്തത്തിലൊരു പന്തികേട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വാക്കുപോലും ഗോവിന്ദനോട് പറയാതെയാണ് പിണറായി വിജയൻ സ്ഥലം വിട്ടത്. എല്ലാ വകുപ്പ് മേധാവികൾക്കും നന്ദി പറഞ്ഞ പിണറായി വിജയൻ എന്തുകൊണ്ട് തന്നോടൊപ്പം കട്ടയ്ക്ക് കട്ട പിടിച്ചു നിന്ന ഗോവിന്ദനോട് ഒരു ഭംഗി വാക്ക് പോലും പറഞ്ഞില്ല? ഇത്രയും കാലം പിണറായി വിജയൻ പറഞ്ഞതും ആജ്ഞാപിച്ചതുമൊക്കെ എത്ര വിധേയനായി നടപ്പിലാക്കിയ സെക്രട്ടറിയായിരുന്നു ഈ ഗോവിന്ദൻ. ബേബി സാർ എവിടെയിരുന്നാകും തെരഞ്ഞെടുപ്പ് ഫലം അറിയുക. ദയവ് ചെയ്ത് അന്ന് AKG സെൻറ്ററിലേക്ക് പോകരുത്. അതൊരു മരണ വീടിന് സമാനമാകും. അവിടുന്ന് കണ്ണു നിറഞ്ഞിറങ്ങിപ്പോകാനുള്ള ഗതികേട് ബേബി സാർ ഉണ്ടാക്കരുത്. അങ്ങയോട് അത്രയ്ക്ക് സ്നേഹമാണ് ഞങ്ങൾക്ക്. പാത്രം കഴുകാൻ പിന്നെയും ബേബിയുടെ ജന്മം ബാക്കിയാകും. എന്തായാലും മെയ് 4-ന് സന്ധ്യയാകുമ്പോൾ ഗോവിന്ദൻ ഒരു വിശകലനം നടത്തും. എന്തായിരിക്കും പറയാൻ പോവുക എന്ന് മൃഗശാലയിലെ കാണ്ടാമൃഗങ്ങൾക്ക് വരെ അറിയാം. ജാതി മത ശക്തികളുടെ ഒരു വരവുണ്ട്. സകല ന്യൂനപക്ഷങ്ങളെയും തെറി വിളിച്ചിട്ടും വെള്ളാപ്പള്ളി നടേശൻ്റെ തോളിൽ കൈയിട്ട് നടന്നിട്ടും ആ വാക്ക് ഇനി മേലാൽ ഇവിടെ പറഞ്ഞേക്കരുത്. ഈ ഗോവിന്ദനും റിയാസും ഒക്കെ പറയുന്നത് കേട്ട് പിണറായി വിജയൻ പിന്നെയും ഒരു പൂവമ്പഴം പോലെ തിരിച്ചു വരുമെന്നും കേരള ജനതയെ ഭരിക്കുമെന്നും കരുതി നടക്കുന്ന കമ്മികളുടെ കാര്യമാണ് കഷ്ടം. റിയാസ് ആണെങ്കിൽ എല്ലാം ജനങ്ങളുടെ വിലയിരുത്തലിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പാർട്ടി തോറ്റാലും തൻ്റെ ഭാര്യ ജയിച്ചതിൽ സന്തോഷിക്കുന്ന ഒരു സെക്രട്ടറിയെ 4-ന് അന്തങ്ങൾക്ക് കാണാം. കാട് കത്തിപ്പോയാലെന്താ, ചൂട്ട് കിട്ടിയല്ലോ എന്ന സമാധാനമാകും ഗോവിന്ദനപ്പോൾ. അതേസമയം പാർട്ടി തോറ്റാലും മരുമകൻ ബേപ്പൂരിൽ സുൽത്താനായല്ലോ എന്ന് കൊതിക്കുന്ന പിണറായി വിജയൻ, പാർട്ടി തോറ്റാലും ഭർത്താവും മരുമകനും ജയിച്ചല്ലോ എന്ന് സമാധാനിക്കുന്ന കമലയിടത്തി, പാർട്ടി പണ്ടാരമടങ്ങിയാലും ഭർത്താവും അച്ഛനും ജയിച്ചതിൽ അതിരറ്റ് സന്തോഷിക്കുന്ന മകൾ മറ്റൊരു കാഴ്ച. ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇനിയും പാർട്ടിയിൽ ബാക്കിയാകും. 5 മുതൽ ഗോവിന്ദന് അന്തങ്ങളുടെ വക തെറിയഭിഷേകമായിരിക്കും. പിണറായി വിജയൻ വീടിന് പുറത്തിറങ്ങാൻ സാധ്യതയില്ല.
ബേബി സഖാവ് സഞ്ചിയും തൂക്കി ഒരു കുമ്പിൾ കപ്പലണ്ടിയും കുറിച്ച് മാനവീയം വീതിയിലൂടെ തെക്കോട്ട് നടക്കട്ടെ. ബേബിയുടെ വരവോടെയാണല്ലോ ഇന്ത്യയിൽ മരുന്നിന് പോലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇല്ലാതാകാൻ പോകുന്നത്. പക്ഷേ ബേബി സാറ് പറയുന്നത് പിണറായി വിജയൻ്റെ കഴിവുകളെ എക്സിറ്റ് പോളുകാരും അംഗീകരിച്ചതായിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവ് പിണറായിക്കുണ്ടെങ്കിൽ CPMൻ്റെ ഒരൊറ്റ മന്ത്രിയും തോൽക്കാനിടയാകരുത്. കക്കാനും നിൽക്കാനും അറിയാവുന്ന പിണറായി വിജയൻ്റെ കഴിവുകളെ ഈ കേരളം എന്നേ നമിച്ചിരിക്കുന്നു.